നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിലെ 7 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണല്ലോ. കടുത്ത പോരാട്ടമാണ് ടോപ്പ് 8 ഇടം പിടിക്കാനും ടോപ്പ് 24 ഇടം പിടിക്കാനും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ കാര്യങ്ങളിൽ ഏതാണ്ടൊരു വ്യക്തത വരുന്നു. അതോടുകൂടി അടുത്ത മിഡ് വീക്കിലെ മത്സരങ്ങൾക്ക് പ്രാധാന്യം വല്ലാത്ത രൂപത്തിൽ ഏറുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയോ? 2 ടീമുകളാണ് നേരിട്ട് ക്വാളിഫിക്കേഷൻ നടത്തിയതെന്ന് പറയുമ്പോൾ ബാക്കി 6 ടീമുകൾ കൂടി ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ കിട്ടുമല്ലോ റൗണ്ട് ഓഫ് 16ലേക്ക്. അപ്പോൾ ആ 6 സ്പോട്ടിന് വേണ്ടി 16 ടീമുകൾ ഇപ്പോൾ വല്ലാത്ത രൂപത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. So 16 teams in the mix for those 6 places. അതേസമയം ഇപ്പോൾ ഇനിയൊരു പ്ലേ ഓഫ് കിട്ടൂല എന്ന രൂപത്തിൽ പുറത്തായിട്ടുള്ള 4 ടീമുകളേ ഉള്ളൂ. ചുരുക്കത്തിൽ 32 ടീമുകളുടെ ഭാഗധേയം അടുത്ത മിഡ് വീക്കിലെ മത്സരങ്ങളിൽ നിർണ്ണയിക്കാൻ പോകുന്ന വല്ലാത്ത ഒരു ടൈറ്റ് കോമ്പറ്റീഷനായിട്ട് UCL ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നർത്ഥം. ഇന്നലെ ഇപ്പോൾ FC ബാഴ്സലോണ സ്ലാവിയ പ്രാഹയെ 2-4 പരാജയപ്പെടുത്തി. പക്ഷേ 2 ഗോളുകൾ തിരികെ വഴങ്ങി എന്നുള്ളത് ടോപ്പ് 8 അവരുടെ അവസരമില്ലാതെയാക്കി. എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത മാച്ച് വീക്കിലെ കളി ജയിക്കണം, നല്ല മാർജിൻ ജയിക്കണം. അപ്പോൾ ടോപ്പ് 8 എന്നുള്ള സാധ്യത ഇപ്പോഴും അവിടെ ഉണ്ട്. സോ ലിവർപൂള് മാൾസക്കെതിരെ തകർപ്പൻ ജയം തന്നെ ജയിച്ചു. ഏകപക്ഷീയമായ 3 ഗോളുകളുടെ ജയം. അതിൽ സബോസ്ലൈയുടെ ആ ഒരു ഗോള് അത് കിടിലൻ ഗോളായിരുന്നു. അതോടൊപ്പം തന്നെ ചെൽസി പെഫോസിനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. അപ്പോൾ അവരൊക്കെ അവരുടെ പൊസിഷനുകൾ ഭദ്രമാക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ആ ഒറ്റ ഗോൾ എന്നുള്ളത് പെഫോസിനെതിരെയൊക്കെ കുറച്ചുകൂടി നല്ലൊരു മാർജിനിലേക്ക് അവർക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഗോൾ ഡിഫറൻസ് വലിയ രൂപത്തിൽ അവർക്ക് അനുകൂലമാക്കി മാറ്റാമായിരുന്നേ. പിന്നെ യുവൻറ്റസ് വേഴ്സസ് ബെൻഫിക്ക മത്സരം, ബെൻഫിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് യുവൻറ്റസ്. അങ്ങനെ ഇന്നലത്തെ മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ ഏതാണ്ട് ഒരു സ്ഥിതിവിശേഷം എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് പോകാനുള്ളത് എന്നതിലൊരു വ്യക്തത വരികയാണ്. ബയേണിൻ്റെ കാര്യം നമുക്കറിയാലോ. ഇന്നലെ 2-0 ജയിച്ചതോടുകൂടി അവർ ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നു. അറ്റ്ലാന്റ വേഴ്സസ് അത്ലറ്റിക് ക്ലബ്ബ് പോരാട്ടമാവട്ടെ 3-2 അത്ലറ്റിക് ക്ലബ്ബ് ഇന്നലെ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുന്നത് നിലവിൽ 7 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ എന്താണ് സ്ഥിതിവിശേഷം? 2 ടീമുകൾ റൗണ്ട് ഓഫ് 16 ഉറപ്പാക്കി കഴിഞ്ഞു. നേരിട്ട് റൗണ്ട് ഓഫ് 16. അത് ആഴ്സണലും ബയേണുമാണ്. 21 പോയിൻ്റ് കളിച്ച 7 കളികളും വിജയിച്ച മറ്റൊരു ടീമില്ല. ആഴ്സണൽ 1-ാം സ്ഥാനത്താണ്. ബയേൺ 7 കളി 6 ജയം 1 തോൽവി 18 പോയിൻറ്റോടെ അവർ 2-ാം സ്ഥാനത്തുമാണ്. ഈ 2 ടീമുകളും റൗണ്ട് ഓഫ് 16 ഉറപ്പാക്കി. ഇനി നോക്കുക, ഇനി 3-ാമത് റയൽ മാഡ്രിഡ് 15 പോയിൻറ്റ്, 4-ാമത് ലിവർപൂൾ 15 പോയിൻറ്റ്, 5-ാമത് ടോട്ടനാം 14 പോയിൻറ്റ്, 6 PSG, 7 ന്യൂക്യാസിൽ, 8 ചെൽസി, എല്ലാവർക്കും 13 പോയിൻറ്റുകൾ വീതം. 9 ബാഴ്സലോണ, 10 സ്പോർട്ടിങ്, 11 മാഞ്ചസ്റ്റർ സിറ്റി, 12 അത്ലറ്റിക്കോ മാഡ്രിഡ്, 13 അറ്റലാന്റ. അവർക്കൊക്കെയും 13 പോയിൻ്റ്. അപ്പോൾ ആരുടെ സ്ഥാനവും, ആദ്യ 2 സ്ഥാനക്കാരൊഴികെ ആരുടെ സ്ഥാനവും ഭദ്രമല്ല എന്നർത്ഥം. ടോപ്പ് 8 പിടിക്കുക എന്ന് പറഞ്ഞാൽ ബാഴ്സക്കും സ്പോർട്ടിങ്ങിനും സിറ്റിക്കും അത്ലറ്റിക്കോ മാഡ്രിഡിനും അറ്റ്ലാന്റയ്ക്കുമൊക്കെ ഇനിയും സാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത മിഡ് വീക്കിൽ നടക്കാൻ പോകുന്ന 8-ാം റൗണ്ട് പോരാട്ടങ്ങൾ കനത്തതായിരിക്കും. ഇപ്പോൾ ബാഴ്സയൊക്കെ അവരുടെ അടുത്ത മത്സരത്തിലൊരു ഗോൾ വർഷം കോപ്പൻഹേഗനെതിരെ നടത്താൻ ശ്രമിക്കും. കാരണം ഈ ഗോൾ ഡിഫറൻസ് ശരിയാക്കിയെടുക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് തന്നെയായിരിക്കും മറ്റെല്ലാ ടീമുകളും ശ്രമിക്കുക. അപ്പോൾ ഒരു ഗോൾ വർഷം അടുത്ത ആ വീക്കെൻഡിൽ ഉണ്ടായാൽ തന്നെ അത്ഭുതപ്പെടേണ്ടതില്ല. ഇനി അതിന് താഴെയുള്ളവർ നോക്കുക. ഇൻ്ററിന് 12 പോയിൻറ്റ്, യുവൻറ്റസിന് 12 പോയിൻറ്റ്. ഇവർ രണ്ടും 14-15 സ്ഥാനങ്ങളിലാണ്. ഡോർട്ട്മുണ്ട് 11 പോയിൻറ്റുമായിട്ട് 16-ാം സ്ഥാനത്ത്. ഗലറ്റസരായും ഖറാബാഗും 10 പോയിൻറ്റ് വീതം 17-18 സ്ഥാനങ്ങളിൽ.
ലെവർക്യൂസനും മൊണോക്കോയും 9 വീതം പോയിൻറ്റുകളുമായിട്ട് 20-21 സ്ഥാനത്ത്. PSVയും അത്ലറ്റിക് ക്ലബ്ബും ഒളിമ്പിയാക്കോസും 8 വീതം പോയിൻറ്റുകളുമായിട്ട് 22, 23, 24 സ്ഥാനത്ത്. ഇനി നോക്കണം. നാപ്പോളി 8 പോയിൻറ്റ്, കോപ്പൻഹേഗൻ 8 പോയിൻറ്റ്, 25, 26 സ്ഥാനത്താണ്. അതായത് ഈ 22 മുതൽ അങ്ങോട്ടുള്ള ടീമുകളുടെ അതേ പോയിൻ്റ് അവർക്കും ഉണ്ട്. ഇപ്പോൾ ഫൈനൽ റൗണ്ടിൽ അവരുടെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടാകും ഉള്ളിലേക്ക് കയറി പറ്റാൻ. കാരണം 9ാം സ്ഥാനം മുതൽ 24ാം സ്ഥാനം വരെ വരുന്ന ടീമുകൾക്ക് റൗണ്ട് ഓഫ് 16 മുന്നോടിയായിട്ടുള്ള പ്ലേ ഓഫ് റൗണ്ട് ഓഫ് 16 കടക്കാനുള്ളൊരു ഒരു വഴി എന്ന രൂപത്തിൽ തുറന്നു കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. നല്ല പോരാട്ടങ്ങൾ ഇനിയുള്ള മത്സരത്തിൽ, അതായത് അടുത്ത റൗണ്ടിലെ മത്സരത്തിൽ ഉണ്ടാകാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ UCL പതിവിലധികം മുറുകി നിൽക്കുകയാണ്. 2 ടീമേ ഇപ്പോൾ ഭദ്രമായിട്ടുള്ളൂ. അത് ആഴ്സണലും അതുപോലെ ബയേണുമാണ്. അടുത്ത റൗണ്ടിൽ തീപ്പൊരി പോരാട്ടങ്ങളുണ്ടാവും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.